ഹായ്, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ബിരിയാണി ഏതാണെന്നറിയോ ഉണ്ടാക്കാൻ? നല്ല ടേസ്റ്റോടുകൂടി വെജിറ്റബിൾ ബിരിയാണി. ശരിക്കും നല്ല ടേസ്റ്റുള്ള വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് പക്ഷെ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന വെജിറ്റബിൾ ബിരിയാണി. വെജിറ്റബിൾ ബിരിയാണി നല്ലൊരു ഐറ്റമാണ് കേട്ടോ. ശരിക്കും നമ്മൾ പാർട്ടീസിനൊക്കെ മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വെജിറ്റേറിയൻ ഫ്രണ്ട്സ് വരുമ്പോൾ എന്ത് ചെയ്യും? അവർക്ക് എന്ത് കൊടുക്കും? വെജിറ്റബിൾ ബിരിയാണി ശരിക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. പക്ഷെ അത് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കാനാണ് പ്രയാസം. എപ്പോഴും കിട്ടാറില്ല നമുക്ക് നല്ല വെജിറ്റബിൾ ബിരിയാണി. കഴിക്കുമ്പോഴും കുഴപ്പമില്ല അങ്ങനെ ഒരു ഫീലിംഗ് ആണ് കിട്ടാറുള്ളൂ സാധാരണ. ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത്ര സിമ്പിൾ റെസിപ്പി ആയിട്ട് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് എന്ത് സൈഡ് ഡിഷസിൻ്റെ കൂടെയും സെർവ് ചെയ്യാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന മെഷർമെൻറ്റ്സ് സ്റ്റാൻഡേർഡ് കപ്പ് ആൻഡ് ടേബിൾ സ്പൂൺ മെഷർമെൻറ്റ്സ് ആണ്. ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ 240 മില്ലി, അതുപോലെ അര കപ്പ് എന്ന് പറഞ്ഞാൽ 120 മില്ലി. അപ്പോൾ നമുക്ക് തുടങ്ങാം. അടുപ്പത്ത് ബിരിയാണി ചെമ്പിൽ ബിരിയാണി പാത്രം വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ഓയിൽ ഒഴിക്കാൻ പോവുകയാണ്. ഒരു അര കപ്പ് ചുരുങ്ങിയത് ഓയിൽ ഒഴിക്കണം. സൺഫ്ലവർ, വെജിറ്റബിൾ അങ്ങനത്തെ വല്ല ഓയിൽ അത്യാവശ്യം വേണം കേട്ടോ ഈ റെസിപ്പിക്ക്. കാരണം നമ്മൾ പൊട്ടാറ്റോ, കോളിഫ്ലവറൊക്കെ വലിയ ചങ്ക്സ് ആയിട്ട് ഒന്ന് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാൻ പോകണം ബിരിയാണിക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് ഓയിൽ തീരെ കുറഞ്ഞു പോയാൽ അത്ര നന്നാവില്ല. അങ്ങനെ ഓയിൽ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച പൊട്ടാറ്റോസും കോളിഫ്ലവറും ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ 3 വലിയ പൊട്ടാറ്റോസ് വലിയ ചങ്ക്സ് ആയിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തതാണ്. ബിരിയാണിക്ക് നല്ല വലിയ കഷ്ണങ്ങളായിരിക്കണം പൊട്ടാറ്റോസ്, അതാണ് ടേസ്റ്റ്. അപ്പോൾ ആദ്യം നമുക്ക് പൊട്ടാറ്റോസ് ഇട്ട് കൊടുക്കണം. പൊട്ടാറ്റോസ് ഈ ഓയിലിൽ ഇട്ടിട്ട് ഒന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫുള്ളി കുക്ക്ഡ് ആവില്ല, പക്ഷെ അതിൻ്റെ പുറം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ടാവണം. ഇതിലേക്ക് നമുക്ക് 5-6 വലിയ അല്ലിയുള്ള വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളിയുടെ നല്ല മണം പൊട്ടാറ്റോസിന് കിട്ടാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വന്നു കഴിഞ്ഞാൽ നമുക്കിനി കോളിഫ്ലവർ ആഡ് ചെയ്യാം. കോളിഫ്ലവർ 300 ഗ്രാമാണ്. കോളിഫ്ലവർ ഇതുപോലെ തന്നെ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നമുക്കിതൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കണ്ടില്ലേ, കോളിഫ്ലവറും ഇതുപോലെ വലിയ ചങ്ക്സ് ആയിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. ഒരുപാട് ചെറുതായി പോയാൽ അത് പെട്ടെന്ന് പൊട്ടി ചെറിയ ചെറിയ കഷ്ണമായി പോകും. കുറച്ച് മയത്തിൽ വേണം അത് ഇളക്കാൻ. കോളിഫ്ലവർ ബ്രേക്ക് ചെയ്ത് പോകാണ്ട് ശ്രദ്ധിക്കണം. അങ്ങനെ കോളിഫ്ലവറും ഒരു ചെറിയ ഗോൾഡൻ കളർ അവിടെ ഇവിടെ ഒക്കെ കണ്ടു തുടങ്ങും. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കൂടുതൽ നേരം വേണ്ട. എണ്ണയിൽ നിന്ന് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. ഇത് മാറ്റുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത വെളുത്തുള്ളി നല്ല ബ്രൗൺ കളറായിട്ടുണ്ടാവും. ഇതെല്ലാം എടുത്തിട്ട് മാറ്റിക്കളയാം കേട്ടോ. ആ ഗാർലിക്കിൻ്റെ മണം നമ്മുടെ പൊട്ടാറ്റോസ്, കോളിഫ്ലവർ അതുപോലെ ഓയിലിനും പിടിച്ചിട്ടുണ്ട്. ഇനി ഈ ഓയിലിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ബിരിയാണി ആണല്ലോ, കുറച്ച് നെയ്യ് ഇരിക്കണം. പിന്നെ നമുക്ക് ഹോൾ സ്പൈസസ് ആഡ് ചെയ്യാം. 4-5 കഷ്ണം ചെറിയ കഷ്ണം കറുകപ്പട്ട, 1/2 ടീസ്പൂൺ കുരുമുളക്, 6 ഗ്രാമ്പു, 8 ഏലക്ക, 3 കറിവേപ്പില, ബേ ലീവ്സ്. ഇതെല്ലാം കൂടി ചേർത്ത് ആ സ്പൈസസ് ഒന്ന് പൊട്ടണം. ഇതിലേക്ക് 2 സവാള നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവണം. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ട് കൊടുക്കാം. 3 ടീസ്പൂൺ കൊത്തി അരിഞ്ഞ വെളുത്തുള്ളിയും 1.5 ടീസ്പൂൺ കൊത്തി അരിഞ്ഞ ഇഞ്ചി. 3 പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്. മുഴുവനോടുകൂടിയാണ് ഇടുന്നത്. ചെറിയ എരിവുള്ള പച്ചമുളക്. എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ.
അപ്പോൾ നമ്മുടെ സവാള ഒരു നല്ല ലൈറ്റ് ഗോൾഡൻ കളർ ആവണം, ബ്രൗൺ ആയി പോകരുത്, ഒരു ചെറിയൊരു കളർ മാറി തുടങ്ങും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ മുളക് പൊടി, ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൈസസിൻ്റെ പച്ച മണം ഒന്ന് മാറി കിട്ടണം. നല്ലൊരു മണമാണ് ഇപ്പോൾ വരുന്നത്. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ പകുതി ഫ്രൈ ചെയ്ത ആ പൊട്ടാറ്റോയും കോളിഫ്ലവറും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഈ മസാലയിലൊന്ന് മിക്സ് ചെയ്യണം, നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കിട്ടണം. പൊട്ടാറ്റോസും കോളിഫ്ലവറിനും ഉപ്പ് പിടിക്കാൻ വേണ്ടി ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്. അങ്ങനെ ഇപ്പോൾ മസാല ഒക്കെ നന്നായിട്ട് ആ പൊട്ടാറ്റോസും കോളിഫ്ലവറും ശരിക്കും പിടിച്ചിട്ടുണ്ട്. ഇനി ബാക്കി വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. 2 വലിയ ടൊമാറ്റോസ് ചോപ്പ് ചെയ്തത്, വലിയ കഷ്ണങ്ങളായിട്ടാണ് ചോപ്പ് ചെയ്തിരിക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്താൽ മതി. ടൊമാറ്റോ ഉടഞ്ഞു പോകാനൊന്നും കാത്തിരിക്കണ്ട, അത് തന്നെ കുക്കായിക്കോളും. പിന്നെ 1/2 കപ്പ് ബീൻസ് അരിഞ്ഞത്, ഇതുപോലെ ഇങ്ങനത്തെ നീളത്തിൽ ബീൻസ്. 1/2 കപ്പ് ഗ്രീൻ പീസ്, ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസ് തോ ചെയ്തിട്ട് എടുത്തിട്ടാണ് ചേർക്കുന്നത്. പിന്നെ 1/4 കപ്പ് ക്യാരറ്റ്, ഫ്രഷ് ക്യാരറ്റ് ഇതുപോലെ ഡൈസ് ചെയ്ത കഷ്ണങ്ങളും. ക്യാരറ്റ് കുറവ് മതി. ഇനി ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 കപ്പ് ബസ്മതി എടുത്തിട്ടുണ്ട്. ബസ്മതി ഞാൻ നേരത്തെ വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് കഴുകിയതിന് ശേഷം എന്നിട്ട് നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് വെള്ളം മുഴുവൻ പോയി ഒരുവിധം ഡ്രൈ ആയിട്ടിരിക്കുകയാണ് ബസ്മതി. ഇത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ജെൻറ്റിലായിരിക്കണം മിക്സ് ചെയ്യുമ്പോൾ, നമ്മുടെ പൊട്ടാറ്റോവും കോളിഫ്ലവറും ഒക്കെ പൊട്ടിപ്പോവാണ്ട് ഇപ്പോഴും ശ്രദ്ധിക്കണം. നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്, നല്ല കളർഫുള്ളാണ്. അപ്പോൾ നമ്മൾ 2 കപ്പ് ബസ്മതി അല്ലേ എടുത്തത്, അതിന് നേരെ ഡബിൾ 4 കപ്പ് വെള്ളം. വെള്ളമൊക്കെ അളന്നെടുക്കുമ്പോൾ കറക്റ്റായിട്ട് അളന്നെടുക്കണം, അല്ലെങ്കിൽ വേവ് കൂടിപ്പോവും. 4 കപ്പ് വെള്ളം മതി ഈ റെസിപ്പിക്ക്. പിന്നെ ഉപ്പ്, ചോറിനുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല, അപ്പോൾ 1.5 മുതൽ 1.25 ടീസ്പൂൺ വരെ ഉപ്പ് മതി. നേരത്തെ നമ്മൾ പൊട്ടാറ്റോസിനും കോളിഫ്ലവറിനും മസാലയ്ക്ക് കുറച്ച് ഉപ്പ് ഇട്ടിരുന്നല്ലോ. ഒന്ന് ഉപ്പ് നോക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് തിളയ്ക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം. തിളച്ച ഉടനെ നമുക്ക് തീ കുറയ്ക്കണം. തിളയ്ക്കാൻ വിടരുത് കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ചോറിൻ്റെ വേവ് ശരിയാവില്ല. തിളച്ച ഉടനെ തീ കുറച്ച് മൂടി വെച്ച് ഒരു 8 മുതൽ 10 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യണം. ഇതിൻ്റെ ഇടയിൽ അങ്ങനെ ഇളക്കാനൊന്നും നിൽക്കണ്ട, അത് ആയിക്കോളും. അങ്ങനെ 8-10 മിനിറ്റിൻ്റെ ഉള്ളിൽ വെള്ളം നന്നായി വറ്റി ഇതുപോലെ ആയിട്ടുണ്ട്. നല്ല മണമുണ്ട്. ഇതിലേക്ക് ഇനി ഏറ്റവും അവസാനം നമുക്കൊരു വലിയ പിടി പച്ചമല്ലിയില ചോപ്പ് ചെയ്തത് ഇത് കൂടി ചേർക്കുന്നുണ്ട്. ഇനി പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൂടുതൽ ഈ സമയത്ത് ഇളക്കരുത്, നമ്മുടെ ചോറും വെജിറ്റബിൾസും ഉടഞ്ഞു പോകും. കുറച്ച് ആ ആവി പോകാൻ സമയം കൊടുക്കണം. വേണമെങ്കിൽ ഫാനിൻ്റെ അടിയിൽ കുറച്ച് നേരം വെക്കാം. അതിന് ശേഷം നല്ല പാകത്തിനായിട്ടുണ്ടാകും. പിന്നെ നമുക്ക് വിളമ്പാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണിയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാത്തിൻ്റെയും കൂടെ കൂട്ടാൻ നമുക്ക് റൈത്ത മാത്രം ആയാലും മതി. ഞാനിന്ന് ഇവിടെ സെർവ് ചെയ്തത് കുറച്ച് ഗോവൻ സ്റ്റൈൽ പ്രോൺ കറീൻ്റെ കൂടെയാണ്. അതും നല്ല കോമ്പിനേഷൻ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ റെസിപ്പീസ് കണ്ട് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.